Dear friends, welcome to my video. This is Srikumar with you. I hope you are doing well and I am also doing well. Today I am going to discuss how to use present continuous tense, that is ing form of the verb. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആമീസ് ആർ അതിൻ്റെ കൂടെ ing ഫോം കൂടെ ചേർത്ത് വെർബ് എങ്ങനെ ഉപയോഗിക്കാം, അതായത് പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പം നടക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യം, ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ള ആ ടേം അങ്ങ് വിട്ടേക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആം ഈസ് ആർ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചു. അതൊരവസ്ഥയെക്കുറിച്ച് പറയാനാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഒരു വെർബൂടെ ചേർത്ത് സംഭവിക്കുന്നൊരു പ്രവൃത്തി, അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിനുശേഷം അതുപയോഗിച്ച് കുറേയധികം, ആദ്യത്തെ 1 മിനിറ്റ് കൊണ്ട് അത് കഴിയും, അതുപയോഗിച്ച് കുറേയധികം സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കി പ്രാക്ടിക്കലായി അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ആം ഈസ് ആർ പ്ലസ് ing ഫോം. അപ്പോൾ ഈ ആമും ഈസും ആർ ഇത് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച, എന്നാലും ജസ്റ്റ് ഒരു റിവിഷൻ. ഐ വന്നു കഴിഞ്ഞാൽ ആം, ഹി ഷീ ഇറ്റ്, ഈസ് ഉപയോഗിക്കുക. യു വി ദേ ഈ സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ ആർ ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ, കഴിഞ്ഞതിൽ പഠിച്ചതന്നെ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് സെൻറ്റൻസിലേക്ക് പോകാം. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഐ വന്നുകൊണ്ട് ആം. ഹീ ഈസ് വാച്ചിങ്, അവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേ ആർ വാച്ചിങ് ടി വി, ദേ വന്നുകൊണ്ട് ആറായി. അതായത് ദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്, അതുകൊണ്ട് ആറെന്നുള്ള പ്ലൂറൽ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക. ദേ ആർ വാച്ചിങ് ടി വി, അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം അതിൻ്റെ ആ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ, ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് വെർബ് പ്ലസ് ing ഫോം അല്ലേ? അതാണല്ലോ ഈ സ്ട്രക്ചർ അല്ല. സബ്ജക്റ്റ്, പിന്നെ ആം വന്നു, പിന്നെ റൈറ്റിംഗ്, അതായത് വെർബ് പ്ലസ് ing ഫോം. ഇത്രയുമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഒരു ing ഫോം കയറി വരും. ഇത് ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. അതോടുകൂടി പ്രസന്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. അതിൻ്റെ വേറെ 1-2 ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന, അതായത് ഒരു അറേഞ്ച് ചെയ്തൊരു ഫ്യൂച്ചറിനെ പറ്റി പറയാനും അത് ഉപയോഗിക്കാം. അതോടെ നിൽക്കട്ടെ. തൽക്കാലം ഇത് പഠിച്ച് കുറേ സെൻറ്റൻസുകൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇനി സെൻറ്റൻസിലേക്ക് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് പോകാം. ഐ ആം ഗോയിങ് ടു മാർക്കറ്റ്. ഒക്കുമെങ്കിൽ ഇതെൻ്റെ കൂടെ പറയാനൊന്ന് ശ്രമിക്കുക. സാധാരണ ഒരു കഥയിൽ 2 പേരുണ്ടാവും, ഒരു കോൺവെർസേഷൻ അല്ലേ? അങ്ങനെയല്ലേ? 2 പേരുണ്ടെങ്കിൽ കോൺവെർസേഷൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേരുകൾ രാമും കൃഷ്ണനുമാണ് നമ്മൾ സൗകര്യത്തിന് ഉപയോഗിക്കുന്നത്. ഇവിടെയും അത് തന്നെ. രാം, ഐ ആം ഗോയിങ് ടു മാർക്കറ്റ്. ആർ യു കമ്മിങ് വിത്ത് മീ? അപ്പം രാം ചോദിക്കും, ആർ യു കമ്മിങ് വിത്ത് മീ? എൻ്റെ കൂടെ വരുന്നുണ്ടോ? കൃഷ്ണൻ, യെസ് ഐ ആം കമ്മിങ്. ക്യാൻ യു വെയിറ്റ് ഫോർ 5 മിനിറ്റ്സ്? ഞാൻ വരുന്നുണ്ട്. ക്യാൻ യു വെയിറ്റ് ഫോർ 5 മിനിറ്റ്സ്? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഐ വാണ്ട് ടു ചേഞ്ച് മൈ ഷർട്ട്. എനിക്ക് എൻ്റെ ഷർട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇത് സാധാരണ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നമുക്ക് പ്രാക്ടിക്കലായിട്ട് പറയേണ്ടി വരുന്നൊരു കാര്യം അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെൻറ്റൻസ് നമ്മൾ പിടിച്ചു. ആർ യു കമ്മിങ് വിത്ത് മീ? ഇതൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സബ്ജക്റ്റിൻ്റെ മെന്റിൽ ആമീസ് ആർ അല്ലെ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചേർക്കും. അതായത് ഈ സെൻറ്റൻസിലെ ഈ വെർബ്, അതായത് ആമീസ് ആർ, ഇതിനെ നമ്മൾ ആക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായ ക്രിയ എന്ന് പറയും. ക്രിയയെ സഹായിക്കുന്നത്. അതിനെടുത്ത് സബ്ജക്റ്റിന്റെ മുന്നിലേക്ക് ഇടുക, എന്നിട്ട് പറയുക. ആർ ദേ വാച്ചിങ് ടി വി? അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുക ആകുന്നു എന്ന് വരും. ഇവിടെയാണെങ്കിൽ ഈസ് ഹി വാച്ചിങ് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ing. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് അതേപടി പറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇനി നമ്മൾ ഈ സെൻറ്റൻസിലേക്ക് തന്നെ വരാം. സ്പീഡ് നമ്മൾ പറയാം. ഐ ആം ഗോയിങ് ടു മാർക്കറ്റ്. ആർ യു കമ്മിങ് വിത്ത് മീ? രാം ചോദിക്കുകയാണ്. കൃഷ്ണൻ, യെസ് ഐ ആം കമ്മിങ്.
Can you wait for 5 minutes? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഐ വാണ്ട് ടു ചേഞ്ച് മൈ ഷർട്ട്. എനിക്ക് എൻ്റെ ഷർട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. രാം ഓക്കെ, നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല എന്ന് രാമൻ മറുപടി പറഞ്ഞു. ഐ ആം നോട്ട് ഇൻ എ ഹറി. ഞാനൊരു ധൃതിയിലൊന്നുമല്ല, ഹറിയല്ല. യു ക്യാൻ ടേക്ക് 5 or 10 minutes. നിങ്ങൾക്ക് 5 or 10 മിനിറ്റ് എടുക്കാം, ഞാൻ ഹറിയല്ല. അപ്പോൾ തന്നെ കൃഷ്ണൻ്റെ ഒരു കമൻറ്റ്. യു ആർ എ ഗുഡ് ഫ്രണ്ട് ഓഫ് മീ ആൻഡ് എ പേഷ്യൻറ്റ്. നിങ്ങൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്, നിങ്ങൾ പേഷ്യൻറ്റുമാണ്, അതായത് ക്ഷമയുള്ളവനുമാണ് എന്നൊരു അടി എങ്ങടിച്ചു കൃഷ്ണൻ. ഐ നോ ദാറ്റ്, എനിക്കത് അറിയാം എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണന് വേണമെങ്കിൽ ഒരു മറുപടി പറയാം. ഓ യു ആർ ജോക്കിംഗ്, നിങ്ങൾ എന്നെ കളിയാക്കുകയാണ്. ഉടൻ തന്നെ കൃഷ്ണൻ പറഞ്ഞു, നോ ഐ ആം നോട്ട് ജോക്കിംഗ്, ഐ ആം സേയിങ് ദ റിയൽ തിങ്. ഞാൻ യഥാർത്ഥത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് കൃഷ്ണൻ മറുപടി പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സിമ്പിളായിട്ട് ഒരു കണ്ടിന്യൂസ് ടെൻസും പിന്നെ കുറച്ച് കേനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോൺവെർസേഷൻ തന്നെ നമ്മൾ ഉണ്ടാക്കി. അപ്പം ഇങ്ങനത്തെ കോൺവെർസേഷൻസ് നമ്മൾ ഉണ്ടാക്കി ശീലിക്കുക. അതിനകത്ത് വലിയ ഗ്രാമറിനുള്ളിലേക്കൊന്നും കടന്ന് അനലൈസ് ചെയ്യാതിരിക്കുക, ജസ്റ്റ് പറഞ്ഞ് ശീലിക്കുക. സുഖമായിട്ട് ഇംഗ്ലീഷ് നമ്മളെ കയ്യിൽ വരും. അതിന് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് തോന്നുന്നത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനായി ഒരൊറ്റ റൂൾ അത് പറയാൻ ഒക്കില്ല. ഓരോ പ്രിപ്പോസിഷനും ഓരോ കണക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിന് ഓരോ റൂളുകളുണ്ട്. അതെല്ലാം പഠിച്ചെടുക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. പഠിച്ചെടുക്കാൻ പറ്റും, നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ വരുന്ന സെൻറ്റൻസുകൾ അതേപടി, അതിലുപയോഗിക്കുന്ന പ്രപ്പോസിഷൻസ് അതേപടി നമ്മുടെ മനസ്സിലേക്ക് പതിയും. അതായത് പ്രിഫർ ടു നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ് ഇല്ലേ. ഇങ്ങനെ കുറേ സാധനങ്ങൾ, അക്വസ്റ്റ് ഓഫ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ അത് അങ്ങനെ തന്നെ പഠിച്ചെടുക്കുകയെന്ന് പറ്റും. അല്ലാതെ പെട്ടെന്ന് ഒരു റൂള് പറയാനായിട്ട് എളുപ്പമല്ല എന്നല്ല, അത് പറ്റത്തില്ല. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, I am Srikumar. I am stopping for the time being.